കൊല്ലത്തെ KSRTC ബിൽഡിംഗിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഏത് സമയവും ഇടിഞ്ഞു വീഴാറായ നിലയിലുള്ള കെട്ടിടം, 50 വർഷത്തിലധികം പഴക്കമുള്ള ഈ കെട്ടിടം ഏത് സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. ഭീതിയിലാണ് യാത്രക്കാർ അവിടെ നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത് അപകടം സൃഷ്ടിക്കാറുമുണ്ട്. പുതിയ ഒരു KSRTC കെട്ടിടമാണ് കൊല്ലംകാർ ആവശ്യപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പലതവണ അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞതുമാണ്. നമുക്ക് ദിലീപ് ദേവസിയിലേക്ക് പോകാം. ദിലീപ് കേട്ടില്ലേ എന്തോ? ദിലീപ് ദേവസ്യ, ഇതെന്താണ് മുകളിലേക്ക് നോക്കുന്നത്? പ്രാർത്ഥിച്ചു നിൽക്കുന്നത് പോലെയൊക്കെ തോന്നുന്നു. എൻ്റെ സുജയ, ഞാൻ ഈ ലൈവ് തീരുന്നവരെ ഇത് ഇടിഞ്ഞു വീഴല്ലേ എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിച്ചത്. എങ്ങനെയാണ് ഇവിടുത്തെ ആളുകൾ ഇവിടെ നിൽക്കുന്നതെന്നുള്ളതാണ് ഞാനിപ്പോൾ അതിശയത്തോടെ ചിന്തിച്ചു പോയത്. ഏതൊരു നാട്ടുകാരനും ഇവിടെ വരുന്ന നമ്മുടെ KSRTC ആണ്. കൊല്ലത്തെ അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന KSRTCയുടെ അവസ്ഥയാണ്. എത്ര ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നതാണ്. അവരൊക്കെ ഈ മുകളിലേക്കൊക്കെ നോക്കുമ്പോഴൊക്കെ കാണുന്ന അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഏത് സമയവും ഇടിഞ്ഞു വീഴാറായ KSRTC കെട്ടിടമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഏകദേശം 50 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ KSRTC കെട്ടിടത്തിന്. ഇതുവരെ ഇത് നന്നാക്കി പണിയാൻ ഉള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നമ്മളുടെ തന്നെ കുരുക്ഷേത്രയിൽ അവിടുത്തെ ആളുകൾ പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ വിഷയമാണ്. ഇത് ഇവിടുത്തെ തൊഴിലാളികൾ ഇരിക്കുന്ന സ്ഥലമാണ്. ഇത് KSRTCയുടെ കൊറിയർ ഓഫീസാണ്. ഈ കൊറിയർ ഓഫീസിൻ്റെ സീലിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിന് താഴത്താണ് ജീവനക്കാരിയിരിക്കുന്നത്. എങ്ങനെയോ നെറ്റ്, അതായത് കമ്പി കാണുന്നത് ഉണ്ട്. പലതവണ ഇവിടെ ഈ കോൺക്രീറ്റ് പാളികൾ ഇടിഞ്ഞു വീണ് അപകടമുണ്ടായിട്ടുണ്ട്. അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, ക്യാമറയോട് പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ നമ്മുടെ അടുത്ത് മറ്റു കാര്യങ്ങളൊന്നും പറയാത്തത്. അത്ര ബുദ്ധിമുട്ടുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ദിലീപ് ഇപ്പോൾ ആ മുറിയിൽ കാണിച്ചില്ലേ? അപ്പോൾ ദിലീപ് നേരത്തെ ഇരുന്നത് പോലെ, അല്ലെങ്കിൽ ദിലീപ് നേരത്തെ നിന്നത് പോലെയായിരുന്നു. അവരും ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുകളിലെ ഈ പാളികൾ എപ്പോൾ വേണമെങ്കിലും അടരാവുന്ന അവസ്ഥയിലാണ് എന്നത് ഒറ്റ നോട്ടത്തിൽ ബോധ്യമാകും. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതൊക്കെ നമ്മൾ എത്തിക്കണ്ടു, അവിടെ ഇരിക്കുന്നവർ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നു, യാത്രക്കാർ കാണുന്നു. ഇത് കണ്ടിട്ടും ഒരു പരിഹാരത്തിലേക്ക് എത്താത്തത് എന്താണ് ദിലീപ്? സുജിയ, അവർ ഏറ്റവും കൂടുതൽ ഈശ്വരാനുഗ്രഹമുള്ള ആളുകളാണ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും തന്നെ. അതായത് ഇത്രയും കാലം ഒരു അപകടം ആർക്കും സംഭവിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത്. ചേട്ടാ, ഈ KSRTC ബിൽഡിങ്ങിന്റെ അവസ്ഥ കണ്ടല്ലോ. ഇത് ഏത് സമയവും പൊളിഞ്ഞു വീഴാവുന്നൊരു സാഹചര്യമാണ്. സ്ഥിരമായി ഇവിടെ കോൺക്രീറ്റ് പാളികൾ ആൾക്കാരുടെ മുന്നിലോട്ട് വീഴുന്നത് സ്ഥിരമായി നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട് ഓരോ തവണയും പത്രങ്ങളിലും ബഡ്ജറ്റിലും അടക്കം KSRTCയുടെ ബിൽഡിംഗ് നവീകരിക്കും, അല്ലെങ്കിൽ പുതിയ ബിൽഡിംഗ് വരുമെന്ന് പറയുന്നതല്ലാതെ നാളിതുവരെയായിട്ട് ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന രീതിയിലാണ്, ഇവിടുത്തെ തൊഴിലാളികളുടെ അടക്കം രീതിയിൽ ഭീഷണിയാവുന്ന രീതിയിലാണ്. ഈ ഒരു KSRTC കെട്ടിടം വരികയാണെങ്കിൽ എവിടെ ഉണ്ടാക്കും? എവിടെ സ്ഥലമുണ്ടോ? ചേട്ടാ, ഇവിടുത്തെ സ്റ്റാഫാണ്, ഇവിടെ ജോലി ചെയ്യുന്ന ആളാണോ? ഹിന്ദിക്കാരനാണ്. അയ്യോ ദൈവം, കുടുങ്ങി. ഹിന്ദിക്കാരനാണ്. ചേട്ടാ, ബാക്കി തന്നെ പറഞ്ഞോളൂ. ഇവിടെ പുതിയൊരു കെട്ടിടം വന്നാൽ അല്ല, ഇതിപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു ഈ ബിൽഡിംഗ് മാറ്റിക്കൊണ്ട് ഒരു പുതിയ സമുച്ചയം വരുമെന്ന്. MLA തൻ്റെ ആസ്തി വികസന ഫണ്ട്, പത്രങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു, ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഏകദേശം 10 കോടി രൂപയോളം ഇതാക്കിക്കൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ജനങ്ങളുടെ ഇവിടുത്തെ കൊല്ലം നിവാസികളുടെ ചോദ്യം പറഞ്ഞാൽ 10 കോടി രൂപ എടുത്ത് MLA ഇതിനു വേണ്ടി കൊടുത്താൽ എങ്ങനെ ഇവിടുത്തെ കൊല്ലത്തെ റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു? താങ്കൾക്ക് അടക്കം അറിയാം ഇവിടുത്തെ അവസ്ഥ, കൊല്ലം റോഡുകളുടെ. പിന്നെ KSRTC കെട്ടിടത്തിന്റെ പുതിയതായി വരും എന്ന് പറയുന്നത് വരുമോ? ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല. ബാക്കി യാത്രക്കാരോട് ഓക്കെ. ചേട്ടാ, നമസ്കാരം. പുതിയ കെട്ടിടം വരുമെന്നാണ് ഇപ്പം മറ്റേ എപ്പോഴും വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്നൊരു അവസ്ഥയിൽ നിൽക്കുകയാണെന്നാണ്. മഴ പെയ്താലൊക്കെ വെള്ളം കയറുമോ? ഇതിവിടെ തൊട്ടടുത്ത് കായലായതുകൊണ്ട് ഈ വെള്ളം ഒഴുകി പോവും. പക്ഷേ ഇത് 60 വർഷത്തോളം പഴക്കമുള്ള ബിൽഡിംഗ് ആണിത്. നേരത്തെ മേളിലായിരുന്നു, പണ്ട് പുരാതന കാലത്ത് മുകളിലായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രധാന റോഡ് കടന്നു പോകുന്നതിൻ്റെ സൈഡിൽ ഇപ്പം KSRTC വർക്ക്ഷോപ്പ് നിൽക്കുന്നിടത്തായിരുന്നു KSRTC സ്റ്റാൻഡ്. ഈ നിലവിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നല്ല ബിൽഡിങ്ങും നല്ല അമ്യൂണിറ്റീസ്, യാത്രക്കാർക്ക് സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട്. ഇത് ഈ കോൺക്രീറ്റ് പാളികൾ ഇടിഞ്ഞു വീഴാറുണ്ട്. കോൺക്രീറ്റ് പാളികളൊക്കെ ഇടിഞ്ഞു വീഴാറുണ്ട് ഇവിടെ. ചേട്ടൻ ഇവിടുത്തെ സ്റ്റാഫാണോ? ചേട്ടന് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അങ്ങനെ പറ്റത്തില്ല. അത്തരത്തിൽ ജനങ്ങൾക്കും യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒക്കെ കടന്നു വരാൻ സൗകര്യമുള്ളത് തൊട്ടുമേളിൽ KSRTCയുടെ സ്ഥലമുണ്ട്. അവിടെ ബിൽഡിംഗ് കെട്ടണം. ഈ ബിൽഡിംഗ് പൊളിച്ചു കളഞ്ഞിട്ട് KSRTCക്ക് ഉപകാരപ്രദമായ കെട്ടുമെന്ന് MLA പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാം? അയ്യോ, അതെല്ലാം എന്താണ്, പഴയ ചാക്കും MLAയുടെ വാക്കും ഒരുപോലെയാണെന്നുള്ളതാണ് സത്യം. കാരണം MLA വന്നിട്ട് ഇത് വാഗ്ദാനങ്ങൾ നൽകുന്നു, പിന്നെ ഇവിടെ വികസനം ഉണ്ടാകുന്നത്. കേരളത്തിലെ 4ാമത്തെ കോർപ്പറേഷനാണ് കൊല്ലം. അതിപുരാതന നഗരമാണ് കൊല്ലം. പക്ഷേ
ഒരു വികസനമില്ലാത്ത നഗരം ഇന്ന് കൊല്ലം മാത്രമാണ്. ആകെ 5 കോർപ്പറേഷൻ ഉള്ളതിൽ ഒരു വികസനവുമില്ലാത്ത റോഡ് വികസനമായാലും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമായാലും എന്തിനേറെ പറയുന്നു ഒരു KSRTC ബസ് സ്റ്റാൻഡ് അല്ല, നമ്മളെ പൊതുവായിട്ടുള്ള ബസ് സ്റ്റാൻഡല്ലോ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇപ്പൊ കോഴിക്കോട് നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണ് അല്ലേ സുജി? ആ നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലം കൂടിയാണ് ഈ കൊല്ലം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ ഈ യാത്രക്കാരൊക്കെ ഇരിക്കുന്നത് നോക്ക്, ഈ കമ്പിയുടെ താഴെയാണ്. ഇത് ഏത് സമയത്തും വേണമെങ്കിൽ ഇതായത് കുട്ടികളെയൊക്കെ ആയിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. ഏത് സമയത്ത് വേണമെങ്കിൽ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാവുന്ന ഒരു അവസ്ഥയാണ്. ചേട്ടാ ഒരു പേടിയില്ല? അതെ, മേലോട്ട് നോക്കിയില്ല. ഇപ്പോഴാണ് പറഞ്ഞപ്പോഴാ നോക്കിയത്. ഇതാണ് ഇതിന്റെ അവസ്ഥ. പലപ്പോഴായിട്ട് ഇടിഞ്ഞു വീഴുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ KSRTCയുടെ അവസ്ഥയാണ്. അതെ 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 അതെ. അപ്പം സുജിയ ഇത് കണ്ടല്ലോ, ആളുകളൊക്കെ തന്നെ പേടിച്ചിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഈ KSRTC കെട്ടിടത്തിന്റെ പഴക്കം തന്നെ ഏകദേശം 60 വർഷത്തോളം പഴക്കമുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നത് പോലെ തന്നെ ഈ കമ്പിയൊക്കെ കണ്ടു കഴിഞ്ഞു. ഇത് ഇനി പുതുക്കി പണിയുകയല്ലാതെ മറ്റൊരു ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ മറ്റൊരു സൊല്യൂഷൻ ഇല്ല ഈ കെട്ടിടത്തിന്. ഇത് എന്തായാലും പെട്ടെന്ന് തന്നെ പുതുക്കി പണിയണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. അത്രമേൽ ഈ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ നമ്മൾ കാണിക്കുന്നുണ്ട്. MLA ആണെങ്കിൽ പറയുന്നത് ഉടൻ തന്നെ കെട്ടിടം പണിയുമെന്ന് തന്നെയാണ് പറയുന്നത്. എങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഈ കെട്ടിടം പണിത് വരുന്ന തലമുറയ്ക്കെങ്കിലും പുതിയ നല്ലൊരു കെട്ടിടത്തിൽ നിന്നുകൊണ്ട് ബസ് കയറാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇതൊന്നും ഇടിഞ്ഞു വീഴാതിരിക്കട്ടെ. ദിലീപ് എന്തായാലും അവിടെ നിന്ന് പുറത്തിറങ്ങിക്കോളൂ. അത് ഇളകി വീണ് കഴിഞ്ഞാൽ അത് പറഞ്ഞ് ദിലീപ് 5 ദിവസം അവധിയെടുക്കും. അതുകൊണ്ടാണ്. ശരി, ഞാൻ ഉടൻ തന്നെ ഇവിടുന്ന് മാറിയേക്കാം. പക്ഷേ ഇവിടുത്തെ ആളുകളെ മാറ്റേണ്ട കാര്യത്തിൽ സർക്കാരാണ് ചിന്തിക്കേണ്ടത്. അവരുടെ ആരോഗ്യമൊക്കെ സർക്കാർ സംരക്ഷിക്കേണ്ടതാണ്. അതെ, നമുക്ക് ദിലീപിന്റെ ആരോഗ്യത്തിൽ അത്രയും താല്പര്യമുള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് ഇതിന്റെ അധികൃതരിലേക്ക് കൂടി ഈ വിഷയത്തിന്റെ പ്രതികരണം തേടുകയും ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഈ വിഷയത്തിൽ ആക്റ്റീവായി ഇടപെടുകയും ചെയ്യാം. താങ്ക് യു ദിലീപ്. ഈ വിഷയം